2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ബൈബിളിൽ എല്ലാവരും ബൈബിൾ തുറന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. ഈ വാക്യഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിപ്പാനും ചിന്തിപ്പാനും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഇന്ന് പ്രഭാതത്തിലും ഈ ഭാഗം ചിന്തിക്കുകയായിരുന്നു. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വാക്ക്, അധൈര്യപ്പെടാതെ എന്നുള്ള വാക്ക് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമാണിത്. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ രൂപപ്പെടുന്ന ആ ചിത്രം ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയല്ലേ? കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി, ഗമാലിയേലിന്റെ കീഴിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച, ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ ഒന്നിലും മാറ്റി നിർത്താനൊക്കാത്ത, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റയാൾ, ബെന്യാമീൻ ഗോത്രക്കാരൻ, അങ്ങനെ നീണ്ട നിരയാണ്. ഇത്ര കോൺഫിഡൻസ് ഉള്ള, ഇനിയും യേശു കർത്താവിനെ അഭിമുഖമായി സ്വീകരിച്ച് കഴിഞ്ഞിട്ടും തൻ്റെ ലേഖനങ്ങളൊക്കെ നോക്കുമ്പോൾ വിശ്വാസികൾ തന്നെ പറയുന്നത്, ദൂരെ ഇന്ന് താൻ എഴുതുന്ന ലേഖനങ്ങൾ ഘനമുള്ളതും ഞാൻ വടി കൊണ്ട് നിങ്ങളുടെ അടുക്കലൊക്കെ വരുമെന്ന് പറയുന്ന ധൈര്യമുള്ള മനുഷ്യനല്ലേ ഇത്? എന്തുകൊണ്ടാ ഈ വാക്യത്തിൽ അധൈര്യപ്പെടാതെ എന്നൊരു പദം കാണുന്നത്? പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ദിവസം ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മളെ ഏവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അധൈര്യപ്പെടാതെ എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമായ ആത്മീക നിലവാരം പുലർത്തുന്നവർക്കും ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരാം, പകച്ചു നിന്ന് എന്ത് സംഭവിക്കുമെന്നറിയാതെ ഇരുട്ട് മുന്നിൽ കാണുന്നത് പോലെയുള്ള അനുഭവം അപ്പോസ്തലനായ പൗലോസിനുണ്ടായെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ആർക്കും ഉണ്ടാകാം, പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ടാകാം. ദൈവം ഇറങ്ങി വന്നില്ല എങ്കിൽ ഞാൻ തകർന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, ശുശ്രൂഷയിലുണ്ടാകാം, വിശ്വാസ ജീവിതത്തിലുണ്ടാകാം, തലമുറകളോടുള്ള ബന്ധത്തിലുണ്ടാകാം. അധൈര്യപ്പെട്ട് ശക്തിയെല്ലാം ക്ഷയിക്കുന്നത് പോലെയുള്ള നിമിഷങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാത്തതാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം നടന്ന് എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി ലഭിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ നന്മ പ്രാപിച്ചുകൊണ്ട് നടക്കുന്നതാ വിശ്വാസ ജീവിതമെന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്. തെറ്റിദ്ധാരണയാണത്. വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് വെള്ളത്തിന്റെ മുകളിലൂടെ യേശു കർത്താവിനെ കണ്ണും വെച്ച് നടക്കുന്നത് പോലെ സാഹചര്യങ്ങളുടെ തിരമാലകളും കോളുകളും കാറ്റുകളും ഏറുന്ന അവസ്ഥയിലും എനിക്ക് യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം. ഈ അധൈര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്നാ പറയുന്നത്. അധൈര്യമുള്ള ഒരാളിൻ്റെ അടുക്കൽ ഇരുന്നാൽ
ആ ആളിനോട് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഇത് പടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരാളിൽ മാത്രം നിൽക്കുന്നതല്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ അധൈര്യപ്പെട്ടു പോയാൽ സാധ്യത ഇത് മറ്റുള്ളവരിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാതിരിക്കാൻ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാതിരിക്കാൻ, ഒന്ന് ദൈവസന്നിധിയിൽ വന്ന് ഉറക്ക സ്തോത്രം പോലും പറയാതെ വണ്ണം അധരങ്ങളെ ബന്ധിച്ച് വിശ്വാസത്തിന്റെ സന്തോഷവും നിത്യജീവന്റെ ശോഭയെയും കെടുത്തിക്കളഞ്ഞ് കുടുംബത്തിൽ അന്ധകാരത്തിന്റെ വിത്ത് വിതച്ച് നമ്മളെ മൂകരാക്കി മാറ്റുന്ന പിശാചിന്റെ വലിയ തന്ത്രമാണ്. ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുമ്പോൾ ആരാ ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്? കുടുംബമല്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേദന പോയി പറയുന്നത് കുടുംബത്തിലുള്ളവരോടായിരിക്കാം. ചിലപ്പോൾ ദൈവമായിട്ട് കുടുംബത്തിലുള്ള ഒരാളുടെ വാക്കിൽ ധൈര്യത്തിന്റെ വാക്ക് കൊടുക്കും. ഇവിടെ പൗലോസിനെ സംബന്ധിച്ച് വേദപണ്ഡിതர்கள் പറയുന്നത് ഒന്നുകിൽ ഹി ഈസ് നോട്ട് മാരീഡ്, അല്ലെങ്കിൽ വിഡോവർ ആയിരിക്കാം. ഭാര്യ വിട്ടുപോയതായിരിക്കാം, ഭാര്യ മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലായിരിക്കാം, അറിയില്ല. പിന്നെ ആരോടായി പറയുന്നത്? ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇവരെല്ലാവരും മിനിസ്റ്റേഴ്സ് ആണ്. സാധാരണ കുടുംബത്തിന്റെ അവസ്ഥയല്ല ഇത്. അപ്പോസ്റ്റോലിക് ടീമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ബൈബിൾ അറിയാത്തത് കൊണ്ടല്ല, ഇവരെല്ലാം ബൈബിൾ പറയുന്നവരാണ്, ബൈബിൾ പ്രസംഗിക്കുന്നവരാണ്, പ്രവചന ദൂത് വിളിച്ചു പറയുന്നവരാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുന്ന അപ്പോസ്റ്റോലിക് ടീമിനെ പ്രതിനിധീകരിച്ച് പറയുകയാണ്, ഞങ്ങളെ എല്ലാവരെയും ഈ അധൈര്യം കീഴ്പ്പെടുത്താൻ നോക്കുമ്പോഴും ഞങ്ങൾ പതറാതെ അധൈര്യപ്പെടാതെ നിൽക്കുന്നുവെന്ന്. പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കുന്നയാളാണ് പിശാച്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറി പോകാതിരിക്കാൻ നിരാശയിട്ട് പകച്ചു നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കി വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ കീഴ്മേൽ മറിക്കുവാനാണ് ശത്രു നിൽക്കുന്നത്. അത് വിശ്വാസ കണ്ണിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ 1/4 അല്ലായിരിക്കും നമ്മുടെ സാക്ഷ്യം. ഞങ്ങളെ അധൈര്യപ്പെടുത്താത്തതിന് പകരം നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ അധൈര്യപ്പെട്ടു പോയി, കുടുംബമായിട്ട് ഞങ്ങൾ ക്ഷീണിച്ചു പോയി എന്നായിരിക്കും. 1, അധൈര്യപ്പെടാൻ സാധ്യതയുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവിത സാഹചര്യങ്ങളിൽ. 2, ഇത് ബാധിക്കുന്നതാണ്. ടീമായിട്ട് ബാധിക്കാം, കുടുംബമായിട്ട് ബാധിക്കാം. അന്യോന്യം ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന പോരാളിയായിരിക്കാം, നിങ്ങളെ 2 പേരെ ഇത് ബാധിക്കാം. ഒരുമിച്ച് 6 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതായിരിക്കാം, 6 പേരെയും ഒരുപോലെ ഈ അധൈര്യം ബാധിക്കാം. ഇത് ഒരാളിൽ കയറിയ ഇത് വൈറസ് പോലെ പടർന്നുകൊണ്ടിരിക്കും. ഇനി ശ്രദ്ധിക്കണം, ഒരു കാര്യം കൂടെ ഉണ്ട്. ആ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ, അത് കഴിഞ്ഞ് പ്രധാന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. ചില ജീവിത സന്ദർഭങ്ങളിൽ ആ 1-ാം വാക്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനോ ഇൻഫ്ലുവൻസിനോ മറ്റൊരു കാര്യത്തിനും പ്രവർത്തിക്കാൻ ഒക്കാത്ത രാത്രികളിൽ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുന്നത് ഒറ്റ കാര്യം മാത്രമാ, കരുണ ലഭിച്ചവർ എന്നുള്ളൊരു വെളിപ്പാടാണ്. മനുഷ്യർ വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ സമ്പത്തും ആരോഗ്യവും ഈ ലോകത്തിന്റെ ക്രമങ്ങളും ചട്ടങ്ങളും ഉറപ്പുകളുമാ മനസ്സിലിരിക്കുന്നത്. വിശ്വാസി സമൂഹമേ കേൾക്കണം, ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ പോലെ അല്ല നമ്മുടെ ജീവിതം. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന നിമിഷം മുതൽ നമ്മുടെ വിശ്വാസ കപ്പലിനെ ഉടയ്ക്കുവാനായി ഒരു ശത്രു നമുക്ക് നേരെ ഉണ്ട്. അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് വിശ്വാസത്തെ തകിടം മറിക്കാൻ നോക്കുമ്പോൾ നമ്മളിൽ നിന്നും ഈ അധൈര്യം ഒരാളിലേക്ക് ബാധിക്കാതെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഐകമത്യപ്പെട്ട് കരുണയിലേക്കൊന്ന് നോക്കിയാൽ വിശ്വാസത്തിൽ അധൈര്യപ്പെട്ടു പോകാതെ പിടിച്ചു നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരും.
ഈ വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. അധൈര്യപ്പെടാതെ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അധൈര്യം മാത്രമല്ല. ഏതധൈര്യം? ഞാൻ ആദ്യ നിമിഷങ്ങളിൽ ഓർപ്പിച്ച പോലെ നമ്മുടെ ശക്തി ക്ഷയിക്കുന്നു എന്നുള്ള ധൈര്യം മാത്രമല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ ചില ഇംഗ്ലീഷ് പരിഭാഷകൾ ഞാനൊന്ന് പറയാൻ പോവുകയാണ്, മൂലപദം പറയാതെ ആ അർത്ഥവ്യാപ്തി ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. ഇങ്ങനെയാ ചില പരിഭാഷകൾ തർജിമ ചെയ്തിരിക്കുന്നത്. വി ഡു നോട്ട് ലൂസ് ഹാർട്ട് എന്നുള്ളത് ഒരു പോപ്പുലർ ആയിട്ടുള്ള പരിഭാഷയാണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ മുഴുവനായ അർത്ഥം ഉൾക്കൊള്ളുന്ന ചില പരിഭാഷകൾ ശ്രദ്ധിക്കണം. ടു ആക്ട് ബാഡ്ലി. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നതിന് ടു ആക്ട് ബാഡ്ലി, ഞങ്ങൾ തെറ്റായി പ്രവർത്തിക്കുന്നില്ല. വേറൊരു പരിഭാഷകൻ പറയുന്നത് വി ഡു നോട്ട് ഗിവ് അപ്പ്, വി ഡു നോട്ട് ഗ്രോ വെറി. ക്ഷീണിച്ച് കൈകൾ പൊക്കി തെറ്റായത് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന വന്നപ്പോ അധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ തെറ്റായത് പ്രവർത്തിക്കുന്നില്ല. വി ഡു നോട്ട് ആക്ട് ബാഡ്ലി. ശ്രദ്ധിക്കണം, അത് മാത്രമല്ല, ഇതേ പദമാണ് വാസ്തവത്തിൽ, ഇതേ ആശയമാണ് ഗലാത്യലേഖനം 6:9 വാക്യത്തിൽ കാണുന്നത്. ഞാൻ ആ വാക്യം വായിക്കുകയാണ്. നന്മ ചെയ്യുകയിൽ നാം, അടുത്ത വാക്ക് എന്താ? കാണുന്നവർ എന്നോട് ചേർന്നൊന്ന് പറയാമോ? നാം മടുത്തു പോകരുത്. അധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിച്ചിരിക്കുന്നത് മാത്രമല്ല, ഞാൻ മടുത്തു പോകുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പാടുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. പക്ഷേ ഈ നന്മ പ്രവർത്തികളിൽ, ഏത് നന്മ പ്രവർത്തികളിൽ? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് മാത്രമല്ല, യേശുവിനെ പിന്തുടരുന്ന ഈ നന്മയിൽ ഇതെത്രയും ചെയ്തിട്ടും, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടും മടുത്തു പോകുന്നത് പോലെ, ഐ ഡോണ്ട് ഹാവ് സ്ട്രെങ്ത് ടു മൂവ് ഓൺ, ഐ ആക്ട് ബാഡ്ലി. ഇതുവരെ ചെയ്തതിനേക്കാളിൽ വിപരീതമായി ചെയ്യാൻ വേണ്ടി സാഹചര്യങ്ങൾ തന്നെ സ്വാധീനിക്കുന്നു. ഇത് തന്നെയാണ് 2 തെസ്സലോനിക്കർ 3:13 നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അധൈര്യമെന്ന് പറഞ്ഞാൽ അതൊരു തരം തളർച്ചയാണ്. എന്തിന്റെ തളർച്ച? ശുശ്രൂഷകന്മാർക്ക് ഇതുണ്ടാകാം, വിശ്വാസികൾക്കും ഇതുണ്ടാകാം. ഇതാരും ഇതിനകത്തൊന്നും ഒഴിഞ്ഞിരിപ്പില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ഇതുണ്ടാകാം. ശുശ്രൂഷക്കാർക്ക് എങ്ങനെ ഈ അധൈര്യം ഉണ്ടാകാം? പറയാം. എല്ലാം മെസ്സേജൊക്കെ ക്രമമായിട്ട് പ്രിപ്പയർ ചെയ്തു, സത്യസന്ധമായി ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്ത ശുശ്രൂഷകനാകാൻ വേണ്ടി അതിന്റെ ക്രമമായ വ്യാഖ്യാനങ്ങളും ഒട്ടും കൂട്ടിച്ചേർക്കാതെ ഒട്ടും കുറയ്ക്കാതെ ന്യായമായി എല്ലാ പ്രിപ്പറേഷൻ വെച്ച് ഇത് പറയുന്നു. പക്ഷേ നോ റിസൾട്ട്. ഇത് പറയുന്നതല്ലാതെ ഇതാരിലും പരിവർത്തനം വരുത്തുന്നില്ല. ന്യായമായി എന്തോ ഉണ്ടാകാം, അധൈര്യം. നന്മ പ്രവൃത്തിയിൽ, ഏത് നന്മ പ്രവൃത്തിയിൽ? ആ ശുശ്രൂഷ എന്ന നന്മ പ്രവൃത്തിയിൽ തന്നെ യു ക്യാൻ ആക്ട് ബാഡ്ലി. എന്ന് പറഞ്ഞാൽ എന്താ? എന്നാ ഇത്രയും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രസംഗിക്കാതെ ഇപ്പൊ കിട്ടി എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? കാരണം ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇതിന്റെ പുറകിൽ ഇടുന്ന എഫേർട്ട്, ഇതിന്റെ പുറകിൽ മണിക്കൂറുകൾ ചെലവഴിച്ചതൊന്നും പ്രയോജനം കാണുന്നില്ലെങ്കിൽ എന്നാ ഇതെല്ലാം മടക്കി വെച്ചിട്ട് വരുന്ന വാക്കിന് വരുന്ന അങ്ങ് പറയാം. പൗലോസ് പറയുന്നത് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നതിൽ നിന്നും ഒരൽപ്പം പോലും മാറുന്നില്ല. ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളെ കോംപ്രമൈസ് ചെയ്യുവാൻ, വേറൊന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മടുത്തു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ആൾക്കാരുടെ അപ്രിസിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്തോത്രം വന്നാലും ഇല്ലെങ്കിലും, വേദി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാകത്തില്ല.
വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? വിശ്വാസിയുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിത പാതയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുവാനായി ഇറങ്ങിയിട്ട് വിശ്വാസ നായകൻ യേശുവിനെ നോക്കി യാത്ര ചെയ്യണമെന്നൊക്കെ അറിയാമെങ്കിലും കഷ്ടങ്ങളും നാനാ പരീക്ഷകൾ, വേദനകൾ നന്നായി ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഓർക്കും ഇതിനകത്തൊന്നും കാര്യമില്ല എന്ന്. സമുദായങ്ങളോ സംഘടനകളോ വിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റാർക്കും ഇല്ലാത്ത പോലുള്ള പ്രതിസന്ധി എൻ്റെ കുടുംബത്തിൽ എങ്ങനെ ഉണ്ടായി? ഒരു ശുശ്രൂഷകന്റെ മനസ്സിനെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ, അധൈര്യപ്പെടുത്തുന്നത് പോലെ സാധാരണ ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിലും അധൈര്യങ്ങൾ ഉണ്ടാകാം. എങ്ങനെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം? പറയാം, ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷം പറയാനുള്ള ആവേശത്തോടെ ആ CMCയിലും എവിടെ ദൈവം അവസരം കിട്ടുന്നു അവിടെയൊക്കെ നിൽക്കുന്നു. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോ നിരാശ വന്നാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്തോ സംഭവിക്കും? നമ്മളൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണും മനസ്സിൽ. ഞാൻ ട്രാക്റ്റ് കൊണ്ട് ഓടിയിട്ട് കർത്താവ്, യേശുപ്പച്ചൻ ഇതൊന്നും കണ്ടില്ലേ? ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചിട്ട് മറ്റെല്ലാവരും അണിഞ്ഞു ഒരുങ്ങുന്നു, മറ്റുള്ളവർ സിനിമാ കഥ പറയുന്നു, മറ്റുള്ളവർ ലോകത്തിന്റെ പുറകെ പോകുന്നു, ഞാൻ യേശുപ്പച്ചന്റെ കുഞ്ഞായിട്ടിരിക്കുന്നു. പക്ഷേ എക്സാം റിസൾട്ട് വരുമ്പോൾ ഒന്നും പ്രത്യേകത കാണുന്നില്ലല്ലോ. എക്സാം റിസൾട്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഈ 4-ാം അധ്യായം 1-ാം വാക്യം പരിശോധിക്കപ്പെടാം. അധൈര്യമെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ചെയ്തു വന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒന്ന് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചിന്ത. അധൈര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഓട്ടത്തിന്റെ ഇടയിൽ എനിക്കൊരു ചിന്ത, ഇത്രയും ശ്രദ്ധയോടെ ട്രാക്ക് നോക്കി ഓടിയിട്ട് നിനക്കെന്ത് മെച്ചം? ഒന്നും കാണാനില്ലല്ലോ. ഇന്നത്തെ പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണമേ, ട്രാക്ക് നോക്കി ഓടുന്നവർ കേൾക്കണമേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുന്ന വേളകളിൽ ചില സന്ദർഭങ്ങളിൽ ചിന്ത വരാം, ഈ ഓട്ടമൊന്ന് നിർത്തി സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചാൽ എന്താ? ഇതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഒന്ന് കേട്ടാൽ എന്താ? അതിന്റെ നടുവിൽ ഇന്ന് പകൽ വിളിച്ചു പറയാൻ തയ്യാറാകുമോ? എന്ത് സംഭവിച്ചാലും വിളിച്ചവൻ വിശ്വസ്തനെന്നുള്ള വെളിപ്പാടിൽ ഞാൻ അധൈര്യപ്പെടുകയില്ല, ഞാൻ എൻ്റെ ഓട്ടം നിർത്തുകയില്ല. ഈ വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇതും അടുത്ത വാക്യം നമ്മളുടെ ബന്ധം മനസ്സിലാകണം. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഇല്ലേ, നമുക്ക് ഒരിക്കലും ഈ വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാകില്ല. ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. എന്താ 4-ന്റെ 1 പറഞ്ഞത്? അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട്, 3-ാമത്തെ അധ്യായത്തിലെല്ലാം പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്താൽ ഞങ്ങൾ പ്രാപ്തരായി എന്ന് 3-ന്റെ 6 പറയുന്നു. 3-ന്റെ 12 ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, കാരണം പുതിയ നിയമ ശുശ്രൂഷക്കാരാ ഞങ്ങൾ, ആത്മാവിനെ ഉള്ളിലുള്ളവരാ ഞങ്ങൾ. ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നത് ലജ്ജാകരമായ രഹസ്യങ്ങൾ ഞങ്ങൾ ത്യജിച്ച്. ചോദ്യം ഇതാ, അധൈര്യവും ലജ്ജാകരമായ രഹസ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? അധൈര്യപ്പെടാതെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച്. എന്താ പൗലോസിനുണ്ടായ ധൈര്യം? ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ അത്രയും വേറെ ഒരു ലേഖനത്തിലും കാണത്തില്ല തൻ്റെ ഹൃദയത്തിന്റെ ഇമോഷൻസ്. ഇങ്ങനെയല്ലേ ആദ്യം മുതൽ കാണുന്നത്? 2 കൊരിന്ത്യർ 2:5 ഒരുവൻ എന്നെ, അടുത്ത വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ അല്ല, ഒരു വിധത്തിൽ ആരോ ചർച്ചിലുള്ള ഒരാൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാം, കൂടെ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് വരാം,
പൗലോസ് അഭിമുഖീകരിച്ചത് തന്നെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്ത ഒരാൾ ആ കൊരിന്ത്യൻ കോൺഗ്രിഗേഷനിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിലെ ഇമ്മോറൽ ബ്രദറാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൂടെ കൂടെ താൻ വാൺ ചെയ്തത് ഇഷ്ടപ്പെടാതെ തനിക്കെതിരെ തിരിഞ്ഞ് തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ തന്നെ ദുഃഖിപ്പിച്ച ഈ ഒരുവൻ 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പിന്നെയും തന്നെ മനസ്സിൽ മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ചയായ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത അനുഭവങ്ങളാണ് വരുന്നത് വെളിയിലോട്ട്. 7:12 ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം ചെയ്ത ആരോ അവിടെ ഉണ്ട്, ദുഃഖിപ്പിച്ച ആരോ അവിടെ ഉണ്ട്, അന്യായം ചെയ്ത ആരോ അവിടെ ഉണ്ട്. ഈ ആള് മറ്റുള്ളവരെ എല്ലാം സ്വാധീനിച്ച് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ നമ്മൾ കാണുന്നത്. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? വാസ്തവത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് വന്നവരാണിവർ. വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ അങ്ങ് മുമ്പ് നിന്നവരായിരിക്കാം, ഫ്രണ്ടിൽ നിന്നവർ, പ്രാർത്ഥന ലീഡ് ചെയ്തും പ്രാർത്ഥിച്ചും പാട്ടുകൾ പാടിയൊക്കെ നിന്നവരായിരിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ വരാം. പൗലോസിനെതിരെ എല്ലാവരും തിരിഞ്ഞിട്ട് പറഞ്ഞു, എവിടെയാ ഓർഡിനേഷൻ, എവിടാ പഠിച്ചത്, എന്തിയ ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ? ആ ദുഃഖിപ്പിച്ച ആൾ ഒരുപക്ഷെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു മൂവ്മെന്റ് ആയിരിക്കാം. തനിക്കെതിരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഒരു ഗ്യാങ് പോലെ എല്ലാവരും തനിക്കെതിരെയാണെന്ന് പൗലോസ് ചിന്തിക്കുന്ന ഒരു വേള. 2 കൊരിന്ത്യർ 10:1 നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ എന്ന് പറയാൻ കാര്യം, ചിലർ പറയുന്നത് അടുത്തോട്ട് വരുമ്പോ ഭയങ്കര താഴ്മയുള്ളവനാ, ധൈര്യമില്ല, ഞങ്ങളോട് നേരിട്ട് പറയാനൊന്നും ധൈര്യമില്ല, പക്ഷെ അങ്ങോട്ട് പോയി കഴിയുമ്പം ലെറ്ററിലൂടെ ഘനമായ കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. നേരിട്ട് വരുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്, ദൂരെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഘനമുള്ളതാ. ഇതൊരു ചാബല്യക്കാരനാണല്ലോ, ധൈര്യമില്ലാത്തവനാണല്ലോ. എന്തിയെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ? ഓർക്കണം, ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, സഭകൾ സ്ഥാപിച്ച, 3 മിഷണറി യാത്രകൾ ചെയ്ത ഈ അപ്പോസ്തലനായ പൗലോസ് എന്ന ജയന്റ് വിശ്വാസത്തിൽ മുൻനിരയിൽ നടക്കുന്ന ആൾക്കെതിരെ ക്ലേശം, പോരാട്ടം, എല്ലാവരും തനിക്കെതിരെ തിരിയുന്ന നിമിഷം. എന്നിട്ട് 2 വാക്യം കൂടി ഞാൻ ഇതിനുള്ള ബന്ധത്തിൽ വായിക്കും. 10:9, 11:5. 10:9 ഇങ്ങനെയാ, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ, അടുത്ത വാക്കെന്താ, പേടിപ്പിക്കുന്നു. പൗലോസിനെ കുറിച്ചുള്ള അഭിപ്രായമാണ്, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. 10-ാം വാക്യം, അവന്റെ ലേഖനങ്ങൾ കനവും ഊറ്റവുള്ളവെങ്കിലും ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവുമത്രേ എന്ന് ചിലർ പറയുന്നു. സഭയിൽ അകത്തുള്ളവർ. വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് രോഗത്തിന്റെ അവസ്ഥയിലും സാഹചര്യങ്ങളിലും മാത്രമായിരിക്കില്ല. ചിലപ്പോൾ കൂട്ടു സഹോദരങ്ങളിൽ നിന്ന് വരാം, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരിൽ നിന്ന് വരാം, പ്രോത്സാഹിപ്പിച്ചവർ നേരെ തിരിഞ്ഞു എന്ന് വരാം. പൗലോസിനെതിരെ പറയുകയാണ്, വാക്സാമർത്ഥ്യം ഇല്ലാത്തവനാണ്, ബലഹീനമായ ശരീരവും സംബന്ധമായി ഇരിക്കുന്നവൻ. 12:11 ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയാൻ കാര്യം, ആൾക്കാർ ചിന്തിക്കുന്നത് he is nothing. ആ സമയത്തെ പ്രധാനമായി ഇതെല്ലാം അഴിച്ചു വിടുന്നത് എന്താണെന്നറിയാം? താൻ വിശ്വസിച്ചൊരു സന്ദേശവും താൻ വിശ്വസിച്ചൊരു സത്യവും തൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരുന്ന യേശുവുമാണ് ആൾക്കാരുടെ പ്രശ്നം. സന്ദേശങ്ങളിൽ കോംപ്രമൈസ് ഇല്ല, ജീവിത വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ല. വിശ്വാസ ജീവിതം സീരിയസ് ആയിരുന്നു തനിക്ക്. ആൾക്കാർ തനിക്കെതിരെ തിരിഞ്ഞു, അധൈര്യപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. അധൈര്യപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പിന്നെയും പറയട്ടെ, ക്ഷീണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, മടുത്തു പോകുന്നു. ഈ പ്രസംഗിച്ചിട്ടും ഈ പാടിയിട്ടും ഈ പ്രാർത്ഥിച്ചിട്ടും വിശ്വാസത്തിന്റെ ഒരു പോരാട്ടം കഴിച്ചിട്ടും നോ ഫ്രൂട്ട്, നോ ഇമ്പാക്ട് എന്ന് ചിന്തിക്കുന്ന ആ 4-1.
എന്നിട്ട് അടുത്ത വാക്കിൽ നമ്മൾ കണ്ടത് ബന്ധം എന്താന്ന് ചോദിച്ചാൽ, അധൈര്യപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു ടെൻഡൻസിയാണ് ലജ്ജാകരമായ രഹസ്യങ്ങളെ സ്വീകരിക്കുക. അധൈര്യത്തിന് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ അധൈര്യം നമ്മളിൽ ഒരു ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ദൈവവചനം ക്രിയ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ശരിക്കും ദൈവവചനം സ്പർശിച്ച പോകുന്ന വഴിയിൽ വചനം ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. വചനം ഒരാഴ്ച ജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ നൽകിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങൾ തിക്തമായി വരുമ്പോൾ, ജീവിത സായാഹ്നങ്ങളിൽ, ജീവിത രാത്രികളിൽ വചനം ദൈവം നമ്മളെ ഓർപ്പിക്കും. വചനം ക്രിയ ചെയ്യുന്നതാണ് അല്ലേ? ഇതുപോലെ എന്തോ ക്രിയ ചെയ്യും അധൈര്യം. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയാൽ, പൗലോസ് അപ്പോസ്തലന്റെ ഈ തിരമാലയെല്ലാം കൂടെ തനിക്കെതിരെ വരുന്ന നിമിഷത്തിൽ അടുത്ത വാക്കി പറയുക, ലജ്ജാകരമായ രഹസ്യങ്ങൾ ഞാൻ സ്വീകരിച്ചോ? ഇല്ല, ഞാൻ ത്യജിച്ചു. എന്തുവാ ഈ ലജ്ജാകരമായ രഹസ്യങ്ങൾ? വാസ്തവത്തിൽ അത് മനസ്സിലാക്കണമെങ്കിലേ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പദപ്രയോഗത്തിന്റെ ധ്വനിയാണ്. എന്തുവാ ഈ ലജ്ജാകരമായ രഹസ്യം? 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. കാരണം എന്തുകൊണ്ട്? രഹസ്യം, ലജ്ജാകരമായ രഹസ്യത്തിൽ ആയിപ്പോയി. ലജ്ജാകരമായ രഹസ്യത്തിലാകുക എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണമേ, ദൈവം ബോധ്യപ്പെടുത്തി ഇത് ശരിയാണ്, ഇത് തെറ്റാ. ദൈവം ബോധ്യപ്പെടുത്തി ഇത് സത്യസുവിശേഷമാ, ഇത് കള്ളസുവിശേഷമാ. ദൈവം ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അധൈര്യം നിമിത്തം തെറ്റാണെന്നറിഞ്ഞിട്ടും അങ്ങോട്ടൊരു ചായ്വ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വചനത്തിലൂടെ മനസ്സിലായി. എന്ത് മനസ്സിലായി? വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാകാം, നാനാ പരീക്ഷകളും വേദനകളും ഉണ്ടാകാം എന്ന് മനസ്സിലായി. പക്ഷേ ചില പറയുന്ന പോലെ മനുഷ്യനല്ലേ, അധൈര്യം വരുമ്പോ ഒരു ചായ്വുണ്ട്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ലജ്ജാകരമായ രഹസ്യങ്ങളിലേക്ക് ഒന്ന് വീഴാൻ. എന്താ ലജ്ജാകരമായ രഹസ്യങ്ങൾ? ഏദൻ തോട്ടത്തിൽ മുഴങ്ങിയ ലജ്ജാകരമായ രഹസ്യം എന്തായിരുന്നു? വിശ്വാസത്തിന്റെ പരിശോധനയോ വിശ്വാസത്തിന്റെ നായകൻ നടത്തുന്ന വിധമോ തിരിച്ചറിയാതെ ഭൗമികവൽക്കരിച്ച ഒരു ദൂതും ഭൗതിക ലൗകിക മേഖലയിൽ എന്നെ ധൈര്യപ്പെടുത്തുന്ന കുറെ സന്ദേശങ്ങളും. ഇതെപ്പോഴാ വേണ്ടിയത്? നല്ലതായിട്ട് പോകുമ്പോ അല്ല ഇത് വേണ്ടിയത്. ഹൃദയം ക്ഷീണിച്ചു പോകുമ്പോ. ചിലപ്പോ കേട്ടിട്ടുണ്ടോ പറയുന്നേ, ശരിയാ, ആള് ചിലപ്പോ തെറ്റായിരിക്കും, പക്ഷെ കേൾക്കുമ്പോ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടോ ഇത് പറയുന്നത്. ശരിയാ, പുള്ളിയുടെ ഉപദേശമൊന്നും മൊത്തം ശരിയല്ലായിരിക്കും, പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതെപ്പോഴാ വരുന്നേ? അധൈര്യം. അധൈര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതെതിലേക്ക് വഴി നടത്തുമെന്നറിയാമോ? ഡിസേൺമെന്റ് നഷ്ടപ്പെടും. സത്യം കള്ളം വ്യത്യാസം നഷ്ടപ്പെടും. സത്യസുവിശേഷം, തെറ്റായ സുവിശേഷം, നിർമ്മലത, കൗശലം, ഉപായം, സൂത്രം, ഇതൊന്നും മനസ്സിലാകത്തില്ല. എനിക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയേ ഉള്ളൂ. എനിക്കൊരു സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു എന്തോ ഒരു ഉറങ്ങാൻ ഒക്കുന്നുണ്ട്. ഇത് ഉറങ്ങുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇത് വിശ്വാസത്തിന്റെ പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്ന് പകൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്റെ ഹൃദയത്തിൽ തോന്നുന്നൊരു തോന്നലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
അധൈര്യത്തിന്റെ സമയത്ത് വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ പക്വതയോടെ ഒരുവൻ മാറി നിന്ന് പറയേണ്ടത്, ലജ്ജാകരമായ ഉപായങ്ങളിൽ പിടിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല. ചിലപ്പോൾ ഇതിന്റെ നടുവിലും കാണും ആൾക്കാർ, അങ്ങനെയുള്ളവർ. സത്യസുവിശേഷം എനിക്ക് വേണം, എനിക്ക് യേശു വേണം, എനിക്ക് നിർമ്മലത വേണം, ഭൗതികമൊന്നും അല്ല വലിയ കാര്യം, ഇതൊക്കെയാ പറയുന്നതെങ്കിലും യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി, ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി. ട്രൈയിങ് ടു ബാലൻസ് വിത്ത് വാട്ട്? ഇറ്റേണൽ വിത്ത് വേൾഡ്ലി, പ്യോർ വിത്ത് ഇംപ്യൂർ. പരിശുദ്ധമായതും നിർമ്മലമായതും ബാലൻസ് ചെയ്യാൻ നോക്കുക വിത്ത് ഇംപ്യൂർ. കാരണം എന്താ? അധൈര്യപ്പെട്ടു പോയി. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം കേൾക്കണം. വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മളൊരു തീക്ക് അടികലോട്ട് അടുക്കുകയാണ് ഈ വിശ്വാസ ജീവിതത്തിൽ. അകലുകല്ല, നമ്മൾ ഒരു തീയിൽ നിന്ന് അകന്നു. ഏത് തീ? നരകത്തിന്റെ തീയിൽ നിന്നും. പക്ഷെ വേറൊരു തീയിലോട്ട് അടുത്തു വരിക. ഏത് തീയാ അത്? എന്നെ ശുദ്ധീകരിക്കുന്ന തീ, എന്റെ ഉള്ളിലെ ഉദ്ദേശങ്ങളെ പോലും അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, വചനം. അതുകൊണ്ടാ പാടിയപ്പോഴും വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. പക്ഷെ അധൈര്യങ്ങൾക്കൊരു ശക്തിയുണ്ട്. അധൈര്യങ്ങളുടെ ശക്തി എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ നമ്മളെ തള്ളിവിടും ഉപായത്തിലേക്ക്, ലജ്ജാകരമായ ഉപായത്തിൽ. അപ്പോസ്തലനായ പൗലോസ് പറയുക, ശരിയാ, എൻ്റെ പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ്, ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവനാ എന്നുള്ളത് ശരിയാണ്, എല്ലാവരും എനിക്കെതിരാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലരൊക്കെ ചോദിക്കുന്നത് പൗലോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്ന് പോലും ചോദിക്കുന്നവരുടെ നടുവിൽ പറയുക, ഈ അധൈര്യത്തിന്റെ നടുവിൽ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് ലഭിച്ച കരുണയുണ്ട്, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുണ്ട്. ലജ്ജാകരമായ ഉപായത്തിൽ പിടിക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു കാര്യം മനസ്സിലാക്കണമേ എല്ലാവരും, ഈ വചനങ്ങളിലൂടെ നമ്മൾക്ക് ഈ തോന്നുന്ന, നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന പാട്ടോ, നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷനൽ 5 മിനിറ്റ് മോട്ടിവേഷന്റെ സ്നിപ്പറ്റ്സോ അല്ല നമ്മളെ ആത്മീക ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്. ആത്മീക ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവാണ് എന്നിന്ന് പകൽ മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് അടിമയാകാതെ, ഒരു സംഗീതത്തിനോ ഒരു മോട്ടിവേഷൻ സ്പീക്കറിനോ അടിമയാകാതെ, അധൈര്യത്തിന്റെ നടുവിൽ വിളിച്ചു പറയണം, എന്നിൽ കരുണ ലഭിച്ചവനാണ്, എന്നിൽ ആത്മശക്തി ഉള്ളവനാണ്. ഒരു ഇരുണ്ട മുറിയിലാണെങ്കിലും, കാരാഗ്രഹ സമമായ വിഷയത്തിന്റെ നടുവിലാണെങ്കിലും ഞാനൊരു കോംപ്രമൈസിന് തയ്യാറല്ല. ആ അന്ധകാരത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മതി എനിക്ക്, ഒരു വ്യക്തിയുടെ ചിന്തകളല്ല. നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം ക്രിസ്തീയ ജീവിതം മാറിപ്പോയി എന്ന് ചോദിച്ചാൽ, പലരും ശ്രമിക്കുന്നത് കുറച്ച് സെക്കുലർ ഫിലോസഫി എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചിന്തകൾ. എന്ത് ചിന്തകളാ? എങ്ങനെ ജീവിക്കാം, എങ്ങനെ പണം സേവ് ചെയ്യാം, എങ്ങനെ നിരാശ അതിജീവിക്കാം, എങ്ങനെ ചിരിക്കാം, എങ്ങനെ സന്തോഷിക്കാം. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ളതിലേക്ക് ആരുടെയും ഹൃദയം കവർന്നു പോകാതെ, എനിക്കറിയാം ഒരു സന്തോഷം, അത് ആത്മാവിലുള്ള സന്തോഷമാ. എനിക്കറിയാം ഒരു സമാധാനം, അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഈ ലോകത്തിന്റെ തത്വചിന്തകന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ, ലജ്ജാകരമായ ഉപായങ്ങളെ ത്യജിച്ചുകൊണ്ട് അധൈര്യത്തിന്റെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. ഇത് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാ. താൻ നേരിട്ടെന്നൊരു ടെംപ്റ്റേഷൻ, അധൈര്യപ്പെട്ടു പോയപ്പോൾ തൻ്റെ മനസ്സിലൊരു ചിന്ത, സന്ദേശം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ. ഏത് പ്രഭാഷകനും ഉണ്ടാകാവുന്ന, പ്രത്യേകിച്ച് വലിയ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂറാണ് ആദ്യത്തെ ഒരു 15 മിനിറ്റ്. ആൾക്കാർ നിശബ്ദമായി ഇരിക്കുമ്പോൾ, പ്രതികരണങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ മനസ്സിലൊരു ചിന്ത വരും,
സന്ദേശം നേരെ അങ്ങ് തിരിച്ചാലോ? നേരെ തിരിക്കാൻ ഒന്നും ചെയ്യണ്ട. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട്. നീ വാലല്ല, നീ തലയാകും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് 2025 ഡിസംബർ 31 മുമ്പ് നിനക്ക് വിടുതൽ കിട്ടാൻ പോവുക. 3-4 കാര്യം പറഞ്ഞാൽ മതി, ഇതെല്ലാം നേരെ തിരിയും. പൗലോസ് പറയുക, ഞാൻ നേരിട്ടു ആ ടെംപ്റ്റേഷൻ. ഏത് ടെംപ്റ്റേഷൻ? പ്രസംഗം ഇമ്പാക്ട്ഫുൾ അല്ല എന്ന് ആൾക്കാർ പറയുമ്പോൾ അധൈര്യപ്പെട്ടു പോയി. പക്ഷേ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ടീമിനെ ഒന്നും ഈ അധൈര്യം പിടിക്കാതെ ലജ്ജാകരമായ കാര്യങ്ങൾ ഞങ്ങൾ ത്യജിക്കുക എന്ന് പറഞ്ഞാലേ എൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ ഒളിക്കേണ്ട ഒന്നും നമ്മുടെ മുമ്പിൽ വരാതെ, വിശ്വാസത്തിന്റെ നായകനെ മുഖാമുഖം കാണുന്ന ദിവസം കലർപ്പില്ലാത്തൊരു വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ തീരുവാൻ വേണ്ടി. എന്നിട്ട് അടുത്ത വാക്കെന്താ? ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. അടുത്ത വാക്കെന്താ? അധൈര്യം കയറുമ്പോ എന്തോ ഉണ്ടാകാം? ഉപായ ശുശ്രൂഷയിലേക്ക് വീഴാം. ഉപായം പ്രയോഗിക്കാതെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് കേട്ടോ. സാധാരണ മൂലപദങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇതൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഉപായം പ്രയോഗിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം പാൻ ഉർഗിയ എന്നൊരു ഭാഷയാണ്. പാൻ ഉർഗിയ എന്ന് പറഞ്ഞാൽ 2 ഗ്രീക്ക് പദമാണ്. പാൻ ഓർഗിയ, എർഗോ. എർഗോ എന്ന് പറയുന്ന മൂലപദം എന്ന് പറഞ്ഞാൽ വർക്ക്. പാസ് എന്ന മൂലപദത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ഓൾ. അപ്പൊ പാൻ ഉർഗിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, ഓൾ വർക്ക്, എവ്രി വർക്ക്. ഈ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലജ്ജാകരമായ ഉപായം ത്യജിച്ചുകൊണ്ട് ഉപായം പ്രയോഗിക്കാതെ എന്ന് പറഞ്ഞാൽ ഉപായത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എവ്രി വർക്ക് എന്ന്. പാൻ എന്ന് പറഞ്ഞാൽ എവ്രി, ഉർഗിയ എന്ന് പറഞ്ഞാൽ വർക്ക്. എർഗോസ് എന്ന മൂലപദത്തിൽ നിന്ന് വരുന്ന വർക്ക്, എവ്രി വർക്ക്. എന്തോ അതിൻ്റെ അക്ഷരിക പരിഭാഷ എന്നറിയാം? എന്തും ചെയ്യും, എന്തും പറയും എൻ്റെ കാര്യം സാധിക്കാൻ. അതാ ഉപായം എന്ന് പറഞ്ഞാൽ. എവ്രി വർക്ക് എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന വാക്കുണ്ട്, ഇതെനിക്ക് പറയാം, ഇതെനിക്ക് പറയാൻ ഒക്കത്തില്ല, ഇങ്ങനെ വിശ്വാസ ജീവിതം ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല, കള്ളയൊപ്പിടാൻ ഒക്കത്തില്ല, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല, കള്ളം പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഉപായം എന്ന് പറഞ്ഞാൽ എവ്രി വർക്ക്, എന്തും ചെയ്യും. എന്തിന്? എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി. ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന വാക്കിന് എന്തും ചെയ്യുന്നവരല്ല. അധൈര്യപ്പെട്ടു പോകുമ്പോ എന്ത് സംഭവിക്കും? ചിലപ്പോൾ എന്തും ചെയ്യും. പല പുൾപിറ്റുകളിലും എന്തും ചെയ്യുന്നവരാണ്. വ്യാഖ്യാനങ്ങൾ മുതൽ ഒരു വാക്യമെടുത്ത് എന്തും പറയും. എന്താ ഉപായം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഉപായം. ആ വാക്യത്തിന്റെ നിർമ്മലമായ വ്യാഖ്യാനങ്ങൾ വിട്ട് എന്തും പറയുക. എന്തിനു വേണ്ടി? സ്വന്തം കാര്യം സാധിക്കാൻ എന്തും ചെയ്യുന്ന ഒരു ഉപായം. ഇനി അതിന് വചനം മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെച്ചിട്ടും എന്തും പറയും. ഇപ്പൊ ആൾക്കാർക്ക് ഇച്ചിരി പേടിയുണ്ട് എന്തും പറയാൻ. അതുകൊണ്ട് പലയിടത്തും കാണാം ഈ എന്തും പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയാം ലൈവ് ഒന്ന് കട്ട് ചെയ്യാൻ പറയും. എന്തും പറയാൻ ഇച്ചിരി പേടിയുണ്ട് ആൾക്കാർക്ക്. കാരണം ഇത് മാത്രം എടുത്ത ആൾക്കാർ ഇടുവെന്നറിയാം പിന്നീട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ അറിയാം. ഈ പറഞ്ഞു വരുന്ന വാക്കിന് ആളിന് തന്നെ മനസ്സിലായി പറയുന്നത് പ്രശ്നമാണ്, ഇത് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പറയാ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്നിട്ട് അവിടെ ഇരിക്കുന്നവരോട് പറയുന്നത് എന്താണെന്നറിയാം? ഇത് മനസ്സിലാകണമെങ്കിൽ ലൈവിലുള്ളവർക്കൊന്നും നോക്കത്തില്ല. ഏത്? ഈ ഉപായം മനസ്സിലാകണമെങ്കിൽ അധൈര്യപ്പെട്ട ആൾക്കാരെ മുമ്പിൽ കിട്ടണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അധൈര്യപ്പെടുമ്പോൾ ഓർക്കണം, യു ആർ വൾനറബിൾ ഫോർ ഡിസെപ്ഷൻ. അധൈര്യപ്പെടുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ വശീകരിക്കപ്പെട്ടു പോകും.
യൂട്യൂബിലായിരിക്കാം, കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, വായിക്കുമ്പോഴായിരിക്കാം. ഹൃദയം അധൈര്യപ്പെട്ടിരുന്ന അറിയാതെ ലജ്ജാകരമായ രഹസ്യങ്ങളിൽ വീണ് ഉപായത്താൽ പിടിക്കപ്പെടാം. പൗലോസ് പറയുക, അധൈര്യപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ വരുമ്പോ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങൾ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. വാസ്തവത്തിൽ ഇതേ പദമാണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. കേൾക്കുന്ന ദൈവമക്കളെ കേൾക്കണമേ, നമ്മുടെ ഹൃദയം ഉപായത്താൽ പിടിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നാനാ പരീക്ഷകളിലൂടെയും വേദനകളിലൂടെയും പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോണം, അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഉപായം വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കാരണം എവിടുന്നെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ചിന്തിക്കാം. അവിടാണ് അധൈര്യം വാസ്തവത്തിൽ അപ്പോൾ നല്ലൊരു ടെസ്റ്റാണ്. ഇവന്റെ അടിസ്ഥാനം എന്താ എന്ന് വെളിപ്പെടുത്തുന്നതാണ് അധൈര്യങ്ങൾ. നമ്മളെ നിന്ദിക്കുകയും വിടക്കം നിണ്ണുകയും അനിശ്ചിതത്വം നിറയുന്ന സമയത്താണ് ക്രിസ്തുവെന്ന പാറമേലാണോ നമ്മുടെ ജീവിതമെന്ന് വെളിവാക്കപ്പെടുന്നത്. എല്ലാം നല്ലതായി പോകുമ്പോഴല്ല, തിന്മയായത് ഭവിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ ഡെപ്ത് വെളി വരുന്നത്. ഉപായം പ്രയോഗിക്കാതെ. എന്നിട്ട് അടുത്ത വാക്ക് ദൈവവചനത്തിൽ. ഇത് എവിടെ തുടങ്ങിയതാ? ഞങ്ങൾ അധൈര്യപ്പെടാതെ. അധൈര്യപ്പെട്ടു പോയായിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ? ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തേനെ. ഞങ്ങൾ അധൈര്യപ്പെടാതെ. എന്താ പൗലോസെ പിടിച്ചു നിർത്തുന്നേ? ഒറ്റ കാര്യമാ, കരുണ ലഭിച്ചു. കരുണ ലഭിച്ചു എന്നുള്ള ബോധ്യത്താൽ താൻ വിളിച്ചു പറയുന്നു, എന്റെ സാഹചര്യങ്ങൾ കാണുമ്പോൾ അധൈര്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും, ഒരു ടീമായിട്ട് ഞങ്ങളെ അധൈര്യം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ ഉപായം ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടിച്ചേർക്കാതെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഡോളോ എന്ന പദം നമുക്കറിയാമല്ലോ. ഇപ്പൊ ഡോളോ എന്ന് പറഞ്ഞാൽ അറിയാം. ഒരു വീഡിയോ കണ്ടു, ഡോളോ 650. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു കോംപ്ലിമെന്ററി വിറ്റമിൻ പോലെ. ഡോളോ എന്ന മൂലപദത്തിന്റെ ഗ്രീക്കിലെ ഭാഷയുടെ അർത്ഥം കലർപ്പുള്ളത്. കലർപ്പുള്ള സന്ദേശങ്ങളോ? അതെ. വചനത്തിന്റെ യഥാർത്ഥമായ ആശയം മുമ്പിൽ വെക്കാതെ, ഞങ്ങൾ ഡോളോ പ്രയോഗിക്കാതെ, ഞങ്ങൾ കൂട്ടിച്ചേർക്കാതെ, ഇതിനകത്ത് ഞങ്ങളുടെ ആശയങ്ങളും കുറെ ഭൗതികങ്ങളും ഒക്കെ കൂട്ടിക്കുഴയ്ക്കാതെ, അധൈര്യപ്പെട്ടിരിക്കുന്നവരെ ബലപ്പെടുത്തേണ്ടത് ഡോളോ സന്ദേശങ്ങളല്ല. അധൈര്യപ്പെട്ട് ഇരിക്കുന്നവരെ ബലപ്പെടുത്തേണ്ടത് അവർക്ക് ലഭിച്ച കരുണയാണ് ദൈവമക്കളെ. ഇതേ ആശയം തന്നെയാണ് 1 പത്രോസ് 2:1 പറയുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ അഡൾട്രേഷനും വിട്ട്. 1 പത്രോസ് 2:3 മായമില്ലാത്ത പാൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഡോലോ, കലർപ്പൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ ആ വചനത്തിന്റെ മാധുര്യം മാത്രമല്ല, വചനത്തിന്റെ കലർപ്പില്ലാത്ത ചിന്തകൾ. വാസ്തവത്തിൽ അങ്ങനെ ഒരു പുൾപിറ്റായി കർത്താവ് ഈ പുൾപിറ്റിനെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? കൃത്യമായ വചനവ്യാഖ്യാനങ്ങളൊക്കെ അത് ഈ ക്ഷീണിച്ചിരിക്കുന്നവർക്കൊന്നും ബലം പകരത്തില്ല. എല്ലാം നല്ലതായിട്ടിരിക്കുന്നവർക്ക് ഒരു ബൈബിൾ സ്റ്റഡി കേട്ടിട്ട് പോകാനൊക്കെ നല്ലതാണ്. പക്ഷേ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കരച്ചിലിൻ്റെയും നിന്ദയുടെ നടുവിൽ വചന പഠനമൊക്കെ എങ്ങനെയാ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നേ? ഇത് നമ്മളെ കളിപ്പിച്ചതാണ് ആൾക്കാർ. കരഞ്ഞിരിക്കുന്നവർക്കും അധൈര്യപ്പെട്ടിരിക്കുന്നവർക്കുമായി ഏറ്റവും സൂക്ഷ്മമായ വചനവ്യാഖ്യാനം ആവശ്യം. കരഞ്ഞും നിരാശപ്പെട്ടും ഹൃദയം ഇളകിയവരെയാണ് പിശാച് കലർപ്പുള്ള വചനത്തിലൂടെ പിടിക്കാൻ നിൽക്കുന്നത്.
അധൈര്യപ്പെട്ടിരിക്കുന്നവരാണ് ഓടി അടുക്കേണ്ടത്. എനിക്ക് കലർപ്പില്ലാത്ത വചനം കേൾക്കണം. ആ വെളിപ്പാടുള്ളവരാണ് പറഞ്ഞത്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. അത് കലർപ്പുള്ള ചിന്തകളിലല്ല, നിർമ്മലമായ വചനവ്യാഖ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ, അവരുടെ കണ്ണ് വചനത്താൽ തുറന്നതുപോലെ, പ്രിയ ദൈവമക്കളെ, അധൈര്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇതിന് നടുവിൽ ഇന്നുണ്ടെങ്കിൽ കേൾക്കണമേ, ഈ വചനത്തിന്റെ ചിന്തകൾ ഹൃദയത്തിൽ ഒരു സാന്ത്വനമായി, ശക്തിയായി ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നല്ല നമുക്ക് ആവശ്യം. കലർപ്പുള്ള ചിന്തയല്ല എന്നെ ധൈര്യപ്പെടുത്തേണ്ടത്. മായം ചേർന്ന ഒന്നല്ല എന്നെ ബലപ്പെടുത്തേണ്ടത്. ലജ്ജാകരമായ ഉപായങ്ങളും കാര്യങ്ങളും ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടിച്ചേർക്കാതെ. എന്നിട്ട് മൂന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രധാന ചിന്തയാണ് പൗലോസ് പറയുന്നത്. നിർമ്മലമായ സന്ദേശത്തിന് ആളില്ല. നിർമ്മലമായ സന്ദേശം കേൾക്കുമ്പോൾ അതിനകത്ത് ഉറങ്ങുന്നു, നിരുത്സാഹപ്പെടുന്നു. മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4:3. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ. ഞങ്ങളുടെ സുവിശേഷം, ഈ ഞങ്ങളെ എവിടെ കിട്ടി? 4:1 ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ആ അധൈര്യപ്പെടാതെ ശുശ്രൂഷിക്കുന്ന കൃത്യമായ വ്യാഖ്യാനമുള്ള പൗലോസും അപ്പോസ്തോലിക് ടീമും അവർ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കാത്ത സുവിശേഷം, ഉപായം പ്രയോഗിക്കാത്ത സുവിശേഷം, ഭൗതികത പറഞ്ഞ് ഇളക്കാത്ത നിർമ്മലമായ യേശു കർത്താവിൻ്റെ നിത്യതയുടെ പ്രത്യാശയുടെ ആ സുവിശേഷം ഒരാൾക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൾ അധൈര്യപ്പെട്ടിരിക്കുക, പക്ഷെ ഇതൊന്നും കേറുന്നില്ല മനസ്സിലോട്ട്. ഏത് കേറുന്നില്ല? ഈ ഉപായം ചേർക്കാത്ത, വചനത്തോട് കൂട്ടിച്ചേർക്കാത്ത പ്യോർ ഗോസ്പൽ ആളിനെ ഹൃദയത്തിലോട്ട് കേറുന്നില്ല. പൗലോസ് പറയുക, അത് എൻ്റെ കുറ്റമല്ല, അത് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ എന്തോ പറയുന്നത്? നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസികൾക്ക് എഴുതിയാണോ അവിശ്വാസികൾക്ക് എഴുതിയാണോ? സഭയ്ക്കകത്തുള്ളവരല്ലേ പറഞ്ഞത്? കുറച്ചു പേര് ഈ വചനം അത്രയും പോരാ. 2-ാം അധ്യായം 16-17 അവർക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ദൂതാണ്. ഏത് ദൂത്? ജീവൻ, ഇപ്പോൾ ജീവൻ, ഇപ്പോൾ തീ, ഇപ്പോ വിടുതൽ. 2:16-17 എഴുതിയിട്ടുണ്ട്. അപ്പോഴാ പൗലോസ് പറയുന്നത്, ക്ലേശം ഉണ്ടാകും, നിരാശ ഉണ്ടാകും, നിന്ദിക്കപ്പെടുന്ന അവസ്ഥ വരും. പൗലോസ് തന്നെ 7-ാം വാക്യം മുതൽ പറയുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുക. സുവിശേഷം എന്ന് പറയുന്നത് പുറമേയുള്ള മനുഷ്യനെ മിനുക്കുന്ന പരിപാടിയല്ല. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുന്നു, ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ. ഏതായി അകമേയുള്ള മനുഷ്യൻ? പത്യവചനത്താൽ രൂപപ്പെട്ട് വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ആ അകമേയുള്ള മനുഷ്യൻ സാഹചര്യത്തിന്റെ നടുവിലും അനുദിനം മേൽക്കുമേൽ ബലപ്പെടുന്നു. കാരണം ഫീഡ് ചെയ്യുന്നത് ഡൈല്യൂട്ടഡ് മിൽക്കിലല്ല, പ്യോർ മിൽക്കിനാൽ ഉള്ളം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചു പേർക്ക് മറഞ്ഞിരിക്കുക. കൊരിന്തിലുള്ളവർക്ക് ജീവിത സാഹചര്യങ്ങൾ അവർക്ക് തോന്നുന്നില്ല. ദിസ് നോട്ട് അപ്പീലിംഗ്, ദിസ് നോട്ട് എൻകറേജിങ്. പിന്നെ എന്തോ എൻകറേജ് ചെയ്യുന്നത്? പൗലോസ് അവരെ വിളിക്കുന്നത് സൂപ്പർ അപ്പോസ്റ്റൽസ് എന്നാണ് വിളിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനാണ്, പക്ഷേ കൊരിന്തിൽ വന്നു സൂപ്പർ അപ്പോസ്റ്റൽസ്. എന്തുവാ സൂപ്പർ അപ്പോസ്റ്റൽസിന്റെ ക്ലെയിം? ദർശനം, വെളിപ്പാട്, പ്രവചനം, വിടുതൽ, അങ്ങനെ ഇങ്ങനെ ആകർഷകമായ ഒരു ബാനർ. കം, എല്ലാം ശരിയാകും. പൗലോസ് പറയടാ, എൻ്റെ ജീവിതം നോക്കിയാൽ തന്നെ ആരും സുവിശേഷത്തിൽ വിശ്വസിക്കത്തില്ല. എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയിരിക്കുക. 2-ാം അധ്യായം 15 മുതലുള്ള വാക്യത്തിൽ, ഞങ്ങൾ ചിലർക്ക് മരണത്തിന്റെ വാസനയാ, ചിലർക്ക് ജീവന്റെ വാസനയാ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കാണുമ്പോൾ ചിലർക്ക് മരണം മണക്കുന്നു, നശിക്കുന്നത് പോലെ തോന്നുന്നു, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെ തോന്നുന്നു.
പക്ഷെ പൗലോസിന്റെ വെളിപ്പാട് നോക്കണം. എല്ലാവരുടെ സമ്മർദ്ദത്തിലാക്കി തന്നെ. എന്തിന്റെ സമ്മർദ്ദത്തിലാക്കി? വേറൊരു സന്ദേശം ഒന്ന് പറയണം. മിനിസ്ട്രിയെ ക്വസ്റ്റ്യൻ ചെയ്ത് പറഞ്ഞു, പ്ലീസ് ചേഞ്ച് യുവർ മെസ്സേജ്, വി ഡോണ്ട് ലൈക്ക് ടു ഹിയർ ദിസ്. വി ഓൾ ആർ കമ്മിങ് ഫ്രം വേരിയസ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് സെവറൽ പ്രോബ്ലംസ്. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങൾ എപ്പോഴും യേശുവിനെ കുറിച്ചും, കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ അതല്ലേ പറഞ്ഞേ, മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു, യേശു കർത്താവിനെ മാത്രം. അപ്പൊ ഇത് കേട്ട് ഒന്ന് ഇച്ചിരി മസാല ഇട്. പൗലോസ് പറയാ, ഇല്ല, ഞങ്ങൾ ഈ നന്മയിൽ മടുത്തു പോകത്തില്ല. ഏത് നന്മയിൽ? യേശുവിനെ ഉയർത്തുന്നതിൽ, നിത്യതയുടെ ദൂത് പറയുന്നതിൽ, വിശുദ്ധിയെക്കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകത്തില്ല. ഞങ്ങൾ ലജ്ജാകരമായ കാര്യങ്ങളൊക്കെ ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടാതെ, ഇനിയും പറഞ്ഞ ആ 3-ാം വാക്യത്തിൽ, ഈ സന്ദേശം നിനക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നീ ജീവന്റെ പാതയിലല്ല, നീ നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട്, എന്താ എന്നെ സന്തോഷിപ്പിക്കുന്നത്? നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭൗതിക ഉദ്ധാരണമാണോ? നമുക്ക് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കിട്ടാൻ പോകുന്ന എന്തെങ്കിലും സൗഭാഗ്യമാണോ? അല്ല. നമ്മുടെ ഈ 70 വയസ്സിലോ 60 വയസ്സിലോ കിട്ടുന്ന വീടിന്റെയോ വണ്ടിയുടെയോ കാര്യമാണോ? അതോ ഇതൊക്കെ ആവശ്യമുള്ളപ്പോൾ കർത്താവ് നൽകിക്കൊള്ളും, ഇത് താമസിച്ചാലും സാരമില്ല, എൻ്റെ ആത്മ മണവാളനായ യേശുവിൽ നിന്ന് എൻ്റെ കണ്ണു പോകാതെ, വിശ്വാസത്യാഗം വരാതെ, ശരീരം ക്ഷീണിച്ചു പോയാലും, ഇനിയും പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ മരണം സംഭവിച്ചാലും യേശുവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള പ്രത്യാശയാണോ നമ്മളെ നിലനിർത്തുന്നത്? ഇന്ന് സംഭവിക്കുന്ന എന്താണെന്നറിയാം? കേൾക്കണേ, ശ്രദ്ധിച്ച്. മറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളും മറയ്ക്കുന്നു. വെളിപ്പാട് കിട്ടിയതൊക്കെയാ, പക്ഷേ സദസ്സിലിരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാർക്കും മറഞ്ഞിരിക്കുക സത്യസുവിശേഷം. അതുകൊണ്ട് പുൾപിറ്റിൽ നിൽക്കുന്നയാളും മറയ്ക്കുന്നു. കാരണം ഇവനിത് മനസ്സിലാകുന്നില്ല. ഇനി ഇവന്റെ ഭാഷയെ പറയണം. അതിനെന്ത് ചെയ്യണം? അതിന് ഇച്ചിരി ഉപായം വേണം. അതിനൊരല്പ ഉപായവും വചനത്തോട് ഇച്ചിരി കൂട്ടുകയും കൂടെ ചെയ്താൽ, മറഞ്ഞിരിക്കുന്നവൻ, കണ്ണ് തുറക്കാത്ത എല്ലാവരും കൂടെ കണ്ണ്, വെളിപ്പാട് കിട്ടി എന്ന് പറയും. സുവിശേഷം പറ, പ്രത്യാശയെക്കുറിച്ച് പറ, യേശുവിനെ കുറിച്ച് പറ, യേശുവിന്റെ ദൈവത്വത്തെയും രക്ഷയുടെ മഹാത്മ്യത്തെയും കുറിച്ച് പറ. ആളിങ്ങനെ ഇരിക്കും. ഇതൊന്നും ക്ലിക്കാവുന്നില്ല. ക്ലിക്കാകുന്ന ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ വീട് മാറാൻ പോവാ, ആമേൻ. പാസ്പോർട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ആമേൻ. അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പാസ്പോർട്ടും മനസ്സിലാവുന്നുണ്ട്, ടിക്കറ്റും മനസ്സിലാവുന്നുണ്ട്, എത്തിഹാദും മനസ്സിലാവുന്നുണ്ട്, നീറ്റും മനസ്സിലാവുന്നുണ്ട്. നീറ്റ് എന്ന് പറയുന്ന നീറ്റ് ഷട്ടറിൽ ഇന്ന് നീറ്റിന്റെ എക്സാമാണ്. അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകാത്ത ഒരു കാര്യമേ ഉള്ളൂ, പ്രത്യാശ, നിത്യജീവൻ. യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് പകരമായി പ്രായശ്ചിത്ത മരണം ഇരിക്കും. നിന്റെ സ്ഥിതി മാറാൻ പോവാ, ആമേൻ. കൂട്ടിച്ചേർത്ത് പറഞ്ഞോ, ഉപായം ചേർത്ത് പറഞ്ഞോ, എല്ലാം കാണുന്നുണ്ട്. കൃത്യമായതും വ്യക്തമായതും നിർമ്മലമായതും പറഞ്ഞു, കാണുന്നില്ല. പൗലോസ് പറയുക, ഇത് ഞങ്ങളെ അധൈര്യപ്പെടുത്താൻ ഒത്തിരി നോക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങൾ ഉപായം പ്രയോഗിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ മനുഷ്യരെ ചതിക്കാൻ തയ്യാറല്ല. നിർമ്മലതയോടെ ശുശ്രൂഷിച്ച് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം സേറായി ഞാനും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നു 2 തിമോത്തിയോസ് 4 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന് അവസാനം പറയണമെങ്കിൽ പോരാട്ടം ICU കിടന്നുകൊണ്ടല്ല. പലപ്പോഴും നമ്മൾ പറയത്തില്ല ICU ഇല്ല, ജീവൻ മരണ പോരാട്ടമാണ്. അത് ജീവന്റെ പോരാട്ടമാണ്, ഭൗതിക ജീവന്റെ. ഈ നല്ല ഓട്ടം ഓടണം, വിശ്വാസം കാക്കണം, നല്ല പോരാട്ടം, ഇതെപ്പോഴാ? ഇപ്പോ അവിടെ കിടന്ന് KM ചെറിയാന്റെ ഹോസ്പിറ്റലിലോ ബിലീവേഴ്സിലോ TMM-ലോ കിടന്ന് ജീവൻ മരണ പോരാട്ടത്തെ കുറിച്ച് അല്ല 2 തിമോത്തിയോസ് 4 പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ അധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ കലർപ്പില്ലാത്ത സുവിശേഷത്തെ പിടിച്ചു നിൽപ്പാനായി ഞാൻ ഒരു ഓട്ടം ഓടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എന്ന് പറയുവാൻ. ദൈവമക്കളെ,
നമ്മുടെ അവസാനം അത് പറയണമെങ്കിൽ നമ്മൾ ഇന്ന് തീരുമാനിക്കണം, മറഞ്ഞിരിക്കുന്ന അനുഭവമല്ല, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ സത്യസുവിശേഷത്തിന്റെ ശോഭ കാണാൻ. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ആ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ആ 4-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മനുഷ്യന് എന്തിൻ്റെ ധൈര്യം, ഈ മനുഷ്യന് മുമ്പിൽ ആരെങ്കിലും കാണുമോ ഇനിയും പ്രസംഗം കേൾക്കാൻ? സ്വന്തം ശരീരം ക്ഷയിച്ചു പോകുന്നു, സഭയിലുള്ള വിശ്വാസികൾ കുറഞ്ഞു വരുന്നു. പക്ഷെ പുള്ളി പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങൾ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഞങ്ങൾ അതിനകത്ത് വീഴത്തില്ല. ആദാമിന്റെ ഹവ്വയുടെ പോലെ ഒളിച്ചിരിക്കേണ്ട ഒരു പരിപാടി ഞങ്ങൾ കാണിക്കത്തില്ല. ഞങ്ങൾ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവത്തിനോട് കൂട്ടിച്ചേർക്കാതെ എന്ത് ധൈര്യമായിട്ട് പറയുന്നു. എന്നിട്ട് 3-ാം വാക്യത്തിൽ ഞങ്ങളുടെ സുവിശേഷം, യേശു കർത്താവിനെ കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, പ്രത്യാശയെക്കുറിച്ചുള്ള സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ, അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്, സന്ദേശത്തിന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. എന്തുവാ അധൈര്യത്തിന്റെ നടുവിൽ ധൈര്യം പകരുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ശ്രദ്ധിക്കണമേ, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഏതാ ഈ തേജസ്സുള്ള സുവിശേഷം? തേജസ്സുള്ള സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കിട്ടുന്ന സാമ്പത്തിക മേന്മയെക്കുറിച്ചുള്ള സുവിശേഷമല്ല. ഏതാ ഈ തേജസ്സുള്ള സുവിശേഷം? അതിപ്പോ എന്തെങ്കിലും കിട്ടും, നാളെ കിട്ടുമെന്നുള്ള സുവിശേഷമല്ല. തേജസ്സുള്ള സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, പ്രത്യാശയില്ലാതെ നടന്ന എനിക്ക് ഈ ലോകത്താൽ പിടിക്കപ്പെട്ട് ജഡത്തിന്റെ മയത്തത്വത്തിൽ ജീവിക്കപ്പെട്ട്, എഫേസ്യ ലേഖനം 2-ന്റെ ഭാഷയെ പറഞ്ഞാൽ പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചവരായിരുന്നു ഞങ്ങൾ. പിന്നെ ഏതായി തേജസ്സുള്ള സുവിശേഷം? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ നാമും അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടുമെന്നുള്ള ആ വലിയ സുവിശേഷം. അധൈര്യത്തിന്റെ നടുവിൽ നമ്മളെ പിടിച്ചു നിർത്തേണ്ടത് വേറെ ഒന്നുമല്ല. രോഗം മാറട്ടെ, രോഗത്തിന് യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയും. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മാറ്റാൻ യേശുവിനൊക്കുമോ? അതെ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ ആവശ്യമുള്ളത് യേശുവിന് തരാൻ കഴിയും. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും പറയണ്ട എന്നല്ല ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കുകയത്രേ വേണ്ടത് എന്നാ പറയുന്നത്. പക്ഷേ നമ്മൾ യേശുവിന്റെ പിറകെ ഇറങ്ങിയിരിക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കുറച്ച് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, നല്ല വസ്ത്രമിടാൻ മാത്രമല്ല. പ്രത്യാശയില്ലാതെ കിടന്ന എനിക്ക് ജീവനായ ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ടായി. ഞാൻ ഇന്ന് നോക്കി പാർക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ നിർമ്മലമായ എർത്ത് ഷാറ്ററിംഗ് ഗോസ്പൽ. മരിക്കത്തില്ല എന്നുള്ളതല്ല സുവിശേഷം, മരിച്ചാൽ ഉയർക്കുമെന്നുള്ളതാണ് സുവിശേഷം. പുറമോടിക്കൊന്നും പറ്റത്തില്ല എന്നുള്ളതല്ല സുവിശേഷം. പുറമേ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുമെന്നുള്ളതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് സാമ്പത്തിക നന്മ കൊയ്യുമേ എന്നുള്ളതല്ല, ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പാടാ സുവിശേഷത്തിലൂടെ ലഭിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. കസിയ പാടിയ പാട്ടിലെ ഒരു വരി ഞങ്ങൾ അവിടെ ഇന്ന് പിന്നെയും പറയായിരുന്നു. നമ്മളെ സ്നേഹിച്ച ദൈവം ബലഹീനനോ എന്നൊരു വാക്ക്. നമ്മൾ ആരുടെ പുറകെയാ പ്രിയ ദൈവങ്ങളെ ഇറങ്ങിയിരിക്കുന്നത്? നമ്മളെ സ്നേഹിച്ച ദൈവം ബലഹീനനല്ല. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമാണ് നമ്മൾ വിശ്വസിച്ചതെങ്കിൽ, നാനാ പരീക്ഷകളുടെ നടുവിൽ വിശ്വസിക്കണം, ഈ ദൈവം ബലഹീനനല്ല.
സാഹചര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിടുതൽ നൽകിയില്ല എങ്കിലും, ഞാൻ കണ്ടില്ല എങ്കിലും, ബലഹീനനല്ല ഈ ദൈവം, എൻ്റെ ഉള്ളിൽ ബലം കൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകലത്? അധൈര്യപ്പെടുത്തുന്ന സാഹചര്യത്തിന് നടുവിൽ ഈ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഒരുവന്റെ ഹൃദയത്തിലോട്ട് കയറിയാൽ അധൈര്യത്തിന്റെ നടുവിൽ കാലുവെച്ച് പറയും, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന്. അതുകൊണ്ടല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്, when I am weak then I am strong. ഞാൻ ബലഹീനനായി തോന്നപ്പെടുന്ന സമയത്ത് ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബലത്താൽ ഞാൻ ധൈര്യമുള്ളവനായി മാറുന്നു. 6-ാം വാക്യം കൂടെ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. അധൈര്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ എടുത്ത് വായിക്കേണ്ടത്. ഈ ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ ഏത് വാക്യമായിരിക്കുന്നത്? ഉൽപ്പത്തി 1. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം വാക്കിനാലല്ല എൻ്റെ ഉള്ളിലേക്ക് ഈ വെളിച്ചം പകർന്നത്. വാക്ക്, വേർഡ് ബിക്കെയിം ഫ്ലഷ്. വെളിച്ചമായവൻ ഇറങ്ങി വന്നു ഈ ലോകത്തിലേക്ക്. ധൈര്യപ്പെടുന്ന സാഹചര്യത്തിലും ഉൾക്കണ്ണുകൊണ്ട് കാണാനൊക്കണം. എന്ത്? വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് എങ്ങോട്ട് അടിച്ചു? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇത് പൗലോസ് പറയുന്നത് എന്തായിരിക്കും മനസ്സിൽ? പ്രവർത്തികളുടെ പുസ്തകം 9:3 ദമസ്കോസിലോട്ട് പോകുന്ന വഴിയിൽ വലിയൊരു പ്രകാശം അടിച്ചു. പക്ഷെ ഒരു കാര്യം കേൾക്കണമേ, പലർക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാം? ഈ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 9:3 പക്ഷേ 2 കൊരിന്ത്യർ 4:6 ഇല്ല. പറയാനുണ്ട്, വലിയ പ്രകാശമായിരുന്നു, ഭയങ്കര എൻകൗണ്ടർ ആയിരുന്നു. പക്ഷെ ഈ വെളിയിലടിച്ച പ്രകാശം ഉള്ളിലടിച്ചോ? അന്ന് ഭയങ്കരമായിരുന്നു. എൻ്റെ തല മുതൽ പാദം വരെ വലിയ പ്രകാശം അടിച്ചു. പക്ഷെ ഈ പ്രകാശം അടിക്കുന്നത് എന്നെ ഒന്ന് കോരിത്തരിപ്പിക്കാനോ കുലുക്കാനോ മാത്രമല്ല, എൻ്റെ ഉള്ളിലേക്ക് ഈ പ്രകാശം ഒന്ന് അടുപ്പിക്കാനാണ്. ഇന്ന് പലരെയും നമുക്ക് കാണാം. നമ്മുടെ ഇടയിൽ ആരും അങ്ങനെ ആകാതിരിക്കട്ടെ. വലിയ പ്രകാശമാണ് ഞാൻ കാണുന്നത്. ഉള്ളിൽ പ്രകാശമുണ്ടോ? ഉള്ളിൽ പ്രകാശം അടിച്ചതിൻ്റെ ലക്ഷണം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തോട് ഒരു അനുരഞ്ജനത്തിനും തയ്യാറാകത്തില്ല. പ്രകാശം അടിച്ചവൻ. പുറത്തുള്ള പ്രകാശത്തോടൊപ്പം ഹൃദയം കൂടെ ഒന്ന് പ്രകാശിച്ച് കിട്ടിയായിരുന്നെങ്കിൽ, മറകളൊക്കെ ഒന്ന് നീങ്ങിയായിരുന്നെങ്കിൽ, ക്ലേശത്തിന്റെ അവസ്ഥയിലും നിരാശയുടെയും കണ്ണുനീരിന്റെ അവസ്ഥയിൽ ദൈവവചനത്തിന് നമ്മളോട് വിളിച്ചു പറയാൻ ഇന്ന് പകലുള്ളത്, ക്രിസ്റ്റിയുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നത്, സുവിശേഷത്തിൽ നിന്നും പുറമോട്ട് മാറരുത്. ഞാൻ എന്തോ പറയാനാ, ഞാൻ എന്തോ ട്രാക്ട് കൊടുക്കാനാ എന്ന് ചിന്തിക്കരുത്. ഇത് നമ്മുടെ സുവിശേഷം അല്ല. ഇത് നമ്മുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചല്ലെന്ന് പറയാൻ പോകുന്നത് എന്ന് വല്ലതും ഉണ്ടോ? 5-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 4:5 ഞങ്ങളെ തന്നെ അല്ല. ക്രിസ്റ്റി എഴുതിയ ട്രാക്ട് ക്രിസ്റ്റിയെ കുറിച്ചല്ല. എനിക്ക് യേശുവിനെ അറിഞ്ഞു, എനിക്ക് അവിടെ പോകാനൊത്തു, എനിക്ക് ഇവിടെ പോകാനൊത്തു, ഞങ്ങളെ തന്നെ അല്ല. അതല്ല സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ സുവിശേഷം. കാരണം സുവിശേഷം നമ്മുടെ മേന്മയല്ല നമ്മൾ പറയുന്നത്. ബലഹീനമായ നമ്മുടെ ഒരു വ്യക്തി അധരങ്ങളെ തുറന്ന് വലിയ വാക്സാമർത്ഥ്യം ഇല്ലാതെ പറയുമ്പോഴും ഈ സുവിശേഷം എനിക്കെന്തോ ഈ ലോകത്തിൽ കിട്ടിയെന്നുള്ള സുവിശേഷമല്ല ഇത്. ഞങ്ങളെ തന്നെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പിന്നെ എന്താ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒരു വലിയ ആഹ്വാനമാണ് ഇന്ന് പകൽ. അധൈര്യപ്പെട്ടു പോകാതെ, ഉപായം ചേർക്കാതെ, വചനത്തോട് കൂട്ടിച്ചേർക്കാതെ നമുക്ക് യേശുവിനെ ഉയർത്താം. വിറ്റ്നസിങ്ങിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം. അത് മാത്രമല്ല, പാട്ടിലൂടെ, വരികളിലൂടെ, ഓരോ വരിയും കണ്ടതുപോലെ വിശ്വാസ ജീവിതത്തിൽ ഇളക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മളെ സ്നേഹിച്ച ദൈവം ബലഹീനനല്ല. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമാണ് നമ്മൾ വിശ്വസിച്ചതെങ്കിൽ
കണ്ണ് മറയണ്ട ഈ സത്യസുവിശേഷത്തോട്. കണ്ണ് തുറന്ന് നമുക്ക് യേശുവിനെ കാണാം, നമ്മുടെ ആത്മ മണവാളനെ കാണാം. നമ്മളെ നിത്യതയോളം സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അതല്ലേ പൗലോസ് പറയുന്നത്, കഷ്ടത ഇല്ല എന്നല്ല, കഷ്ടത സാരമില്ല എന്നാണ്. നമുക്ക് ആ പാട്ടിന്റെ വരികൾ ഒന്ന് ചേർന്ന് പാടണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എന്തിന്റെ വെളിച്ചത്തില? നിത്യ തേജസ്സിൻ ഘനമൂർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള സുവിശേഷം. സുവിശേഷം എന്താ? സുവിശേഷം എന്താ? സുവിശേഷം കഷ്ടമില്ല എന്നുള്ളതല്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്കും അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ വിളിച്ചു പറയണം, അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നോക്കി പറയണം, ഞങ്ങൾ കുടുംബമായി അധൈര്യപ്പെടുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ആഹ്വാനമായി ചോദിക്കട്ടെ. 2 കൊരിന്ത്യർ 4:1 ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ആദ്യം, ഞങ്ങൾ അധൈര്യപ്പെടാതെ. നിങ്ങളുടെ കുടുംബവുമായി ചേർന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ ഒക്കുമോ? ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക് ടീം അല്ല, യുവർ ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ. അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഈ വചനത്തിന്റെ അകത്തെ ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പകലൊന്ന് പ്രഖ്യാപിക്കാൻ ഒക്കുമോ? ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ, ലജ്ജാകരമായ രഹസ്യങ്ങൾ ഒന്നും ഞങ്ങൾ പിടിക്കത്തില്ല. എവിടെയാണെങ്കിലും ഏത് സ്ഥിതിയിലാണെങ്കിലും വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയും ഉപായങ്ങൾ ചേർക്കാതുള്ള വചനത്തിന് വേണ്ടിയും ഞങ്ങൾ നിലകൊള്ളും. ആ സമർപ്പണമുള്ള എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ബൈബിളൊക്കെ അടച്ചു വെച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനത്തിന്റെ വരികൾ പ്രത്യാശയോടെ പാടി നമുക്ക് ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. ഈ പാട്ടുകൾ പാടുമ്പോൾ ഹൃദയത്തിൽ അർത്ഥം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, കഷ്ടത്തിന്റെ നടുവിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഈ വചനത്തിന്റെ ശക്തി ആ ശരീരങ്ങളിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. നമുക്ക് ചേർന്ന് പാടാം.